ഈ താരൻ എന്തൊരു ഇറിറ്റേഷൻ ആണല്ലേ. ചിലപ്പോ അത് താരനായിരിക്കില്ല, ചീകി ഇളക്കിയാൽ കൂടുന്ന സോറിയാസിന്റെ ലക്ഷണമാകാം. മനസ്സിലാക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. താരൻ എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. നമ്മൾ മെഡിക്കൽ ടേംസിൽ അതിന് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്. ഈ ഫംഗസിന്റെ ഗ്രോത്ത് കാരണം ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ കുറച്ച് നീർക്കെട്ടുകളാണ് ഈ താരനായിട്ട് കാണുന്നത്. പൂപ്പൽ ഉണ്ടാക്കുന്ന അണു നമ്മുടെ ശരീരത്തെ എല്ലാവരുടെയും ശരീരത്തുള്ള ഒരു ഫംഗസാണ്. ചിലർക്ക് അതിൻ്റെ ഗ്രോത്ത് കൂടുതലായിട്ട് വരുന്നു. ആ സമയത്താണ് അത് ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആയിട്ട് മാറുന്നത്. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം ആദ്യമേ അത് അറിഞ്ഞ് തന്നെ വേണം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. അതായത് നമ്മൾ ഇതിനു വേണ്ടി ആൻറ്റിഫംഗൽ ഷാമ്പു, അത് പല ആൻറ്റിഫംഗൽ ഷാമ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കാഠിന്യം അനുസരിച്ച് ഒന്നിൽ ആഴ്ചയിൽ 2 തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 3 തവണയോ ചിലപ്പോൾ ആഴ്ചയിൽ 1 തവണയോ ഒക്കെ ഡോക്ടർ പറയാറുണ്ട്. അത് ഡോക്ടർ പറയുന്ന അതേ രീതിയിൽ തന്നെ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ചില ആൾക്കാർ ഇത് ജസ്റ്റ് ഒന്ന് തലയിലേക്ക് വെച്ചിട്ട് ഉടനെ കഴുകി കളയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ മരുന്നിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല. താരനൊന്ന് കൺട്രോൾ ആയാലും നമ്മൾ ആഴ്ചയിൽ 1 കിലോ വെല്ലവും വെച്ച് കുറച്ച് നാൾ അതൊന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ വീണ്ടും ഒന്ന് താരൻ വന്ന് തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പനി വന്നു പോകുന്നത് പോലെ ഇനി താരൻ വരില്ല എന്ന് പറഞ്ഞ് നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. താരൻ വരുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് തലയിൽ ഒരു ചൊറിച്ചിലും കൂടെ കാണും. ചെറിയ വെള്ള പൊടികളായിട്ടായിരിക്കും തലയിൽ കാണും. മൂക്കിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ തോളിൻ്റെ അവിടെയോ ഒക്കെ പാടുകളും കാണാറുണ്ട്. പിന്നുള്ള മൂന്നാമത്തെ ഒരെണ്ണമാണ് സ്കാൽപ് സോറിയാസിസ് എന്ന് പറയുന്നത്. അതായത് അത് കുറച്ചും കൂടെ കട്ടിയുള്ള പാടുകളായിരിക്കും, കുറച്ചും കൂടെ വലിയ പാടുകളായിരിക്കും. താരനാണ് എന്ന് വെച്ച് സ്വന്തമായിട്ട് കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിരിക്കാറുണ്ട്. നമ്മൾ ചില കേസസിൽ അങ്ങനെ കാണുമ്പോൾ അത് പിന്നെ നോക്കുമ്പോൾ അത് സ്കാൽപ് സോറിയാസിസ് ആണെന്ന് മനസ്സിലാവാറുണ്ട്. സ്കാൽപ് സോറിയാസിസ് ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊത്തത്തിലേ വേറെയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരെണ്ണം വന്നു, നമ്മൾ നമ്മുടേതായിട്ടുള്ള റെമഡീസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു സ്കിന്നിൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്തേക്ക് ഒരു ചുമന്ന കളറുള്ള ആടുകളോ അല്ലെങ്കിൽ പൊരിച്ചിലുകളോ ഒക്കെ നിൽക്കുന്നെങ്കിൽ അത് കുറച്ചും കൂടെ സോറിയാസിസ് ആവാനാണ് സാധ്യത.